ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. MCX മാർക്കറ്റിലെ സിൽവറിലെ പെർഫോമൻസ് ആണ്. ഒരാഴ്ചയോളം അപ് ട്രെൻഡിൽ കയറുന്ന പോർഷൻ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് പോയി. അപ്പം നല്ലൊരു ഡൗൺ സൈഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ലൊരു പോയിന്റോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നും മാർക്കറ്റ് മോർണിംഗിൽ ഇറങ്ങി, അത് കഴിഞ്ഞ് കുറച്ച് മുമ്പ് മാർക്കറ്റ് പിന്നെയും ഡൗൺ ഇറങ്ങുക ചെയ്യുന്നത്. ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് ട്രേഡ് 2:38 വന്ന ട്രേഡിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു 3 ടാർഗറ്റും അടിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ല ഇറക്കമാണ്. നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 6154 പോയിന്റ്സ്. മാർക്കറ്റ് നല്ല ഇറക്കം ഉണ്ടായിരുന്നു, നല്ല ട്രേഡ് ആയിരുന്നു, ഹ്യൂജ് റിട്ടേൺസ് എടുക്കാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പോൾ നമുക്ക് സ്കാൽപ്പിംഗ് ആണെങ്കിലും ഇൻട്രാഡേ ആണെങ്കിലും 5 മിനിറ്റ്സും 15 മിനിറ്റ്സും രണ്ടും നമ്മുടെ ടൈം ഫ്രെയിമിൽ ഇടാം. ഇപ്പം 5ലും 15ലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ടൈം ഫ്രെയിം. പക്ഷേ നമുക്ക് 5 മിനിറ്റ്സിൽ ചെറിയ ചെറിയ ട്രേഡുകൾ പെട്ടെന്ന് എടുത്ത് മാറാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ, അതായത് വലിയൊരു ടൈം നമുക്ക് മാർക്കറ്റിൽ ഇരിക്കാൻ നമുക്ക് പെട്ടെന്ന് ട്രേഡ് എടുക്കാനുള്ള ഒരു അവസരമാണ് 5 മിനിറ്റ്സിൽ. പക്ഷേ 5 മിനിറ്റ്സിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സിൽ ഒരുപാട് സിഗ്നൽ എല്ലാം കൺഫേം ആകത്തില്ല, ചില സിഗ്നൽ റിവേഴ്സ് പോകാം. പക്ഷേ 2 ടൈം ഫ്രെയിം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആ ട്രേഡ് എടുക്കണോ വേണ്ടോ എന്ന് മനസ്സിലാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ 15ൽ നമുക്ക് സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് തന്നത്. 15ൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 15ൽ നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് സെൽ സിഗ്നൽ തന്ന സമയം മേളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5:45 തന്ന ട്രേഡാണ്. അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റ് താഴെ 3 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിഗ്നൽ കൺഫേം ആയിരുന്നു. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റെഡ് കളർ ക്യാൻഡിലും ആ താഴത്തെ ആ ബാർ കളറും കൂടെ ഒന്നിച്ച് കൺഫേം ആകണം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സിൽവറിൽ സിഗ്നൽ വന്നതിന് ശേഷം താഴത്തെ കളർ ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നാണ് റെഡിലേക്ക് വന്ന സമയത്ത് നമുക്ക് താഴെ മേളിൽ ഒന്നിച്ച് റെഡ് വന്നു. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് അതിൻ്റെ അടുത്തേക്കല്ല, അവിടുന്ന് പെട്ടെന്ന് ഇറക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നല്ലൊരു ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഒരുപാട്, ഞാൻ ഇന്നലെ അതിൻ്റെ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ്. മോർണിംഗിൽ വന്ന് അപ് ട്രെൻഡ് ചെയ്യുന്ന മാർക്കറ്റ് തിരിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ കുറേ നേരം സൈഡ് വേസ് നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അവിടെ മാർക്കറ്റ് ഇറങ്ങാനുള്ള ചാൻസ്, നമ്മുടെ സോഫ്റ്റ് അവിടെ സൈഡ് വേസ് തന്നിരുന്നു. അപ്പോൾ ഒരുപാട് നമുക്ക് ലോസ് വരുന്നതിന് മുമ്പ് ഇവിടെ അപ് ട്രെൻഡ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം സോഫ്റ്റ് അവിടെ എക്സ്ട്രാ കളർ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡിലേക്ക് പോയത്. അവിടുന്ന് കൺഫർമേഷൻ വന്ന് മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക്ഔട്ട് പോയി. അത് കഴിഞ്ഞ് ഇന്നും മാർക്കറ്റ് അതേപോലെ ഇറങ്ങുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ എടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് ട്രേഡ് എടുക്കാനുള്ള അവസരം ഇവിടുന്ന് ഉണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റ് അപ് ടെന്നിലേക്ക് പോയില്ല, താഴെ നമുക്ക് റെഡ് ആയി തിരിച്ച് മാർക്കറ്റ് അവിടെ ഇറങ്ങും എന്ന് സോഫ്റ്റ് പറയുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ഒരു അവസരം സോഫ്റ്റ് അവിടെ തന്നിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്ക് എടുക്കാമായിരുന്നു. 5 മിനിറ്റ്സിൽ നമുക്ക് ആ സമയത്ത് ട്രേഡ് കിട്ടിയിട്ടുമുണ്ട്. 5 മിനിറ്റ്സിൽ ആ ലാസ്റ്റ് തന്ന ട്രേഡിൻ്റെ ടൈം, എൻട്രി പോയിന്റ്, ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ലെവൽ കൺഫേം ആയിരുന്നു, അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് പോയി. ഇപ്പോൾ ഇവിടെ ഒരു ബൈ അവിടെ എടുക്കണ്ട എന്ന് നമുക്ക് സോഫ്റ്റ് അവിടെ 15 മിനിറ്റ്സ് പ്രകാരം അവിടെ പറഞ്ഞു. കാരണം അവിടെ ബൈ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഇല്ല, ഒരു റിട്രേസ്മെൻ്റ് ആണ്, തിരിച്ചവിടെ ഡൗൺ സൈഡ് നമ്മളിലേക്ക് ഇറങ്ങും എന്നവിടെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് നമുക്ക് ചാൻസ് ഇല്ല. 5 മിനിറ്റ്സ് അവിടെ ബൈ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ പെട്ടെന്നൊരു ഹൈക്ക് ക്യാനിൽ ബ്ലൂ അടിച്ച് കയറുകയായിരുന്നു. അപ്പോൾ അവിടെ ട്രേഡ് കറക്റ്റായിട്ട് അവിടെ ഇല്ലയെന്ന് നമ്മുടെ ഇവിടെ ഈ 5 മിനിറ്റ്സിൽ തന്നെ നോക്കി ആ ട്രേഡ് അങ്ങനെ നമുക്ക് ആക്ച്വലി അവിടെ ഒരു ആക്യുറസി ഇല്ലാന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം പെട്ടെന്ന് കയറി ക്യാൻഡിലാണ്, ആ ക്യാൻഡിൽ ഒരിക്കലും ട്രേഡ് പിക്ക് ചെയ്യത്തില്ല. അവിടെ നിന്ന് അഥവാ ട്രേഡ് പിക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ ലെവലിൽ കട്ടിയിട്ട് എടുക്കാവും. അഥവാ നമ്മൾ ട്രേഡ് എടുത്താലും അവിടെ നമുക്ക് പിന്നെയും വൈറ്റ് കളർ ക്യാൻഡിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ലെവലാണ്. അവിടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ പ്രകാരം നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഇപ്പോഴും ഡൗൺ സൈഡാണ്. നമുക്കിപ്പോൾ റീ എൻട്രി തന്നിട്ടുണ്ട്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും എൻട്രി എടുക്കാനുള്ള അവസരം തന്നു. ഇനി ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞ് കയറ്റം കാണുന്നില്ല. ട്രെൻഡ് ലൈൻ പോലും നമുക്ക് റെഡിലാണ് കിടക്കുന്നത്. ധൈര്യമായിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യാം. ടൈം ഫ്രെയിം വരെ വൈസ് നോക്കുമ്പോഴും നമുക്ക് എല്ലാം നമുക്ക് ബിയറിഷിലേക്കാണ് ഇറങ്ങി നിൽക്കുന്നത്. 1 മിനിറ്റിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നമുക്ക് ഇവിടെ ബുള്ളിഷിലേക്ക് കൺവേർട്ട് ആയി. ഇപ്പോൾ സൈഡ് വേസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 1 മിനിറ്റിൽ തിരിഞ്ഞതിന് ശേഷമേ പിന്നെ ബാക്കി നമുക്ക് കൺവേർട്ട് ആവും. അപ്പോൾ നമുക്ക് ട്രെൻഡ് തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരുപാട് ലോസ് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്ത് വിടാനുള്ള അവസരം കൂടെ സോഫ്റ്റ് അവിടെ തരാറുണ്ട്. അപ്പം നമുക്ക് ലൈവ് സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ലൈവിൽ നമ്മുടെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ്.